യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. വേദനയെല്ലാം ഉള്ളിലൊതുക്കി മോദമാർന്നു നിങ്ങളെന്നെ യാത്രയാക്കണം. ദൈവപിതാവിൻ പദ്ധതിയല്ലോ ഈ യാത്രാമൊഴിയെന്നു നിങ്ങളോർക്കണം. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. മണ്ണോടു ഞാൻ ചേർന്നിടുമ്പോൾ പൊറുക്കണേ എന്നുടെ കുറവുകളെ. മണ്ണോടു ഞാൻ ചേർന്നിടുമ്പോൾ പൊറുക്കണേ എന്നുടെ കുറവുകളെ. പ്രാർത്ഥനയിൽ എന്നും എന്നെ ഓർത്തിടണേ. നിങ്ങൾക്കായി ഞാനും പ്രാർത്ഥിച്ചിടാം. പ്രാർത്ഥനയിൽ എന്നും എന്നെ ഓർത്തിടണേ. നിങ്ങൾക്കായി ഞാനും പ്രാർത്ഥിച്ചിടാം. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. ഒടുവിലായി ശ്വാസം നിലച്ചിടുമ്പോൾ എന്നെപ്പോൽ നിങ്ങളും യാത്രയായിടും. ഒടുവിലായി ശ്വാസം നിലച്ചിടുമ്പോൾ എന്നെപ്പോൽ നിങ്ങളും യാത്രയായിടും. യേശുവിനരികിലേക്കു ചെന്നിടുവാൻ പുണ്യങ്ങളാലൊരു തോണി തീർക്കൂ. യേശുവിനരികിലേക്കു ചെന്നിടുവാൻ പുണ്യങ്ങളാലൊരു തോണി തീർക്കൂ. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. വേദനയെല്ലാം ഉള്ളിലൊതുക്കി
മോദമാർന്നു നിങ്ങൾ എന്നെ യാത്രയാക്കണം. ദൈവപിതാവിൻ പദ്ധതിയല്ലോ ഈ യാത്രാമൊഴിയെന്നു നിങ്ങളോർക്കണം. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. ഞാനൊരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവേ അങ്ങ് ഓർക്കരുതേ. കർത്താവേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. തോന്നി എന്നെ കടാക്ഷിക്കണമേ. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ എനിക്ക് ന്യായം സ്ഥാപിച്ചു വരണമേ. എന്റെ നാൾ ഞാൻ നിഷ്കളങ്കമായി ജീവിച്ചു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ എന്നെ പരിശോധിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യണമേ. പാപികളോടുകൂടി എന്റെ ജീവനെ തള്ളിയിടരുതേ. രക്തദാസികളോടുകൂടി എന്റെ പ്രാണനെയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. സർവമഹത്വങ്ങൾക്കും അർഹനായ ദൈവമേ, ഭൂമിയിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഈ അമ്മച്ചിയെ സ്വർഗീയ മഹത്വത്തിൽ പങ്കാളിയാക്കണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയുടെ പാതയിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊറുക്കുകയും അനാദി മുതൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. നിങ്ങളുടെ കുറ്റങ്ങൾ സ്വസ്ഥമാകേണ്ട. ദൈവത്തെ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയായ ജനദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും
സാധുകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും മൃതരാളവരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയമ്മേ സുതരാണവരെന്നോർക്കണമേ. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിരവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്ന മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരുജ്ജീവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെ ഞാൻ വിളിക്കുന്ന മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രവേശിച്ച് മരണമടഞ്ഞവരെ മഹിമകളുടെ ഉയർപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും മാലാഖമാരുടെ അകമ്പടിയോടും കൂടെ വനമേഖലയിലും നീ പ്രത്യക്ഷനാവുകയും സുഖരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിക്കില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കും. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമൊഴിയെല്ലാം കാണും. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ.
മിശിഹാനാഥ മൃതരെല്ലാവരും വിളങ്ങും വദനമുടുണര വരമരുളേണം അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതമൃതന മിശിഹാനാഥ മൃതരെല്ലാവരും വിളങ്ങും വദനമുടുണര വരമരുളേണം എന്തുകൊണ്ടെന്നാൽ പാപമോചനം എന്റെ മക്കൾ നാവുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ദൈവം കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസം നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയമാതാവിനെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അനുദപിക്കുന്ന വാഴികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി കനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യന്തരങ്ങളിലെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ്
പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വൈദ്യുതിയെ പുഷ്പന്മാരെ അലകരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ യഹോവയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ ആമേൻ. മണ്ണിൽ നിന്നും നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാൻ ആനന്ദത്തോട് വാണിടുവാൻ ദാസിക വരവിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. നിലവിക്കരുതേ മരണത്തിൽ ധാനം വരുമല്ലോ. അരുളീതിലെ തിരുനാഥൻ പിതാവിൽ വിശ്വാസം നിക്ഷേപിക്കുന്ന ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിരക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാമിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തുവലം ഭാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും.
ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട അമ്മയുടെ മരണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വചനം നമ്മോട് പറയുന്നു, നീതിമാന്റെ മരണം ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഏറെ വിശിഷ്ടമാണ് എന്ന്. ഏറെ വിശിഷ്ടമായ ഒരു ജീവിതത്തിന് ശേഷം വിശിഷ്ടമായ ഒരു മരണത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഈ അമ്മ കടന്നു പോവുകയാണ്. എന്താണ് ജീവിതത്തിൻ്റെ വൈശിഷ്ട്യം? എന്താണ് ജീവിത സൗഭാഗ്യത്തിൻ്റെ രഹസ്യം എന്നറിഞ്ഞ അമ്മയാണ് ഇത്. ജീവിതത്തിൻ്റെ സൗഭാഗ്യം ഈ മണ്ണിലല്ല, ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിലാണ് എന്ന് വിശ്വസിച്ച ഒരമ്മ. എപ്പോഴും പ്രാർത്ഥനയിലും മക്കളെ വളർത്തുന്നതിലും ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരമ്മ. ഇല്ലായ്മയിലും വല്ലായ്മയിലും ദൈവത്തെ ആശ്രയിച്ച് 4 മക്കളെ വളർത്തി വലുതാക്കിയ ഒരമ്മ. ഈ അമ്മ നമ്മോട് പറയും എന്താണ് ജീവിതമെന്ന്. ഈ ലോകത്ത് മാളികകൾ കെട്ടിപ്പടുക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ജീവിതം വിശിഷ്ടമാക്കുന്നതാണ് നല്ലത് എന്ന് ഈ അമ്മ നമ്മോട് പറയും. ഈ ശോമഞ്ചത്തിൽ കിടന്നുകൊണ്ട് ഈ രഹസ്യം, ജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഈ അമ്മ നമ്മോട് വിളിച്ചു പറയുകയാണ്. ഒരു വലിയ സൗഭാഗ്യം നമുക്ക് ഇവിടെ കിട്ടുകയാണ്. ഇങ്ങനെ ഒരമ്മയെ കിട്ടിയ മക്കൾക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ജീവിക്കേണ്ടതിൻ്റെ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് 2 മക്കൾ ഇപ്പോൾ ദൈവ ശുശ്രൂഷയിലാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എപ്പോഴും അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ വലിയൊരു സൗഭാഗ്യമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ കണ്ണുകളിൽ വിശിഷ്ടമാണ് ഈ ജീവിതം, ഈ മരണം എന്ന്. സ്നേഹമുള്ളവരെ, മത്തായിയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീട്ടിൽ ലാസർ മരിച്ചപ്പോൾ ഈശോ കണ്ണുനീർ വാർത്ത് അവിടെ നിന്നിരുന്നു. അത് സ്നേഹത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖവും ഏറ്റെടുത്തുകൊണ്ട് ഈശോ കണ്ണീരണിഞ്ഞ് അവിടെ നിന്നു. ഈ കുടുംബത്തിലും ഈശോ അങ്ങനെ നിൽക്കൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ദുഃഖം ഏറ്റെടുത്തുകൊണ്ട് ഈ ദുഃഖം സന്തോഷമായി പകർത്തുന്ന ദൈവ മഹത്വത്തെ നമ്മോട് വിളിച്ചറിയിച്ചുകൊണ്ട് നമുക്കിന്ന് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ജീവിതത്തിന് ഒരു വലിയ മാതൃകയായി, പ്രത്യേകിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒരു വലിയ മാതൃകയായി ആ അമ്മയെ നമുക്ക് നൽകിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ നല്ല ഓർമ്മകൾ. പക്ഷേ ഇന്ന് മുതൽ
നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് മറ്റൊരു ചിത്രമാണ്, മറ്റൊരു ഓർമ്മയാണ്. ഈ അമ്മ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ചെന്നപ്പോൾ ഈശോ ഈ അമ്മയെ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ഈ അമ്മയെ പിടിച്ച് സ്വർഗത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. നിനക്കായും മാലാഖമാർക്കായും സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗഭാഗ്യമാണ് ഈ അമ്മ ജീവിതത്തിൻ്റെ അർത്ഥമായി ഐശ്വര്യമായി കണക്കാക്കിയത്. ഈ അമ്മ എന്തിനാണോ വിശ്വാസം അർപ്പിച്ചിരുന്നത് ആ വലിയ സൗഭാഗ്യത്തിലേക്ക് ഈ അമ്മ കടന്നു പോവുകയാണ്. നമുക്കൊക്കെ ഈ കുടുംബത്തിൽ പ്രത്യേകമായും ഈ അമ്മ പ്രാർത്ഥിക്കും. മക്കളും കൊച്ചുമക്കളും ഈ അമ്മയെ പോലെ തന്നെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്ന വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ അമ്മ കടന്നു പോകുന്നത്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇങ്ങനെ ദൈവത്തിൽ മാത്രം ശരണം വെച്ച് ജീവിക്കുന്ന വിശ്വാസം, ആ വിശ്വാസം നമ്മെ കാണിച്ച ഈ അമ്മ നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ്. ഈ കുടുംബാംഗങ്ങൾക്ക് ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. വിശ്വാസം നമ്മെ സന്തോഷിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും മരണം എപ്പോഴും ദുഃഖാർത്ഥമാണ്. അതുകൊണ്ട് അനുശോചനം അറിയിക്കുന്നു. അവർക്ക് ഒരു ഉറപ്പ് ദൈവനാമത്തിൽ ഞാൻ കൊടുക്കുകയാണ്. ഈ അമ്മ ദൈവത്തിൻ്റെ തിരുമുമ്പിലാണ്, തിരുമുമ്പിൽ വലിയ ആനന്ദത്തിലാണ്. ആ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ കുടുംബത്തിനും മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ അമ്മയുടെ പ്രാർത്ഥന നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകും. എന്നാലും ജീവിതത്തിൻ്റെ പരിമിതികളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അഗ്നിജ്വാലയിൽ ആ തെറ്റുകളെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഈ അമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടെ കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത രക്ഷിക്കായി അവയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന്റെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഗവൽത്തായിൽ അങ്ങയുടെ അമൂല്യ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായ വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ ഈ ദാസികയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും വിശുദ്ധടക്കപ്പെട്ടവർ മരിച്ചടക്കപ്പെട്ടവർ ത്തിലും പാവങ്ങളുടെ മണത്തിലും ശരീരത്തിലും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ അദ്വൈത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
അന്നൊരു ദിവസം ദേശനിയായ സോദരിമാരാം മത്തമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം ദേശനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചുണ്ടിക്കടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കണ്ണുകൾ കാണോ. അന്നൊരു ദിവസം ദേശനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനും ഉയരം ഞാനാകുന്നു, കരയേൽ ദൈവം കരുണയോടന്തികമാർന്നഹിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ദേശനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മൃതസംസ്കാര കർമ്മത്തിൻ്റെ 1-ാം ഭാഗം വീട്ടിലൂടെ അവസാനിച്ചിരിക്കുന്നു. വിലാപയാത്രയായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ദൈവം ശ്രദ്ധിക്കുക, ഈ അമ്മച്ചിയുടെ ഓർമ്മ ദിനം വരുന്ന ശനിയാഴ്ച 10:30 മണിക്ക് ദേവാലയത്തിൽ കുർബാനയോടെ ആയിരിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഇവിടെയുള്ള കുടുംബയൂണിറ്റിലെ അംഗങ്ങളെല്ലാവരും ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയമായിട്ട് വചനത്തിലൂടെ വലിയൊരു അച്ഛൻ നമുക്ക് നൽകിയ നല്ല വാക്കുകൾക്ക് അച്ഛനോട് കൃത്യമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വർഗീസ് അച്ഛൻ എന്ന് വന്ന മുഖ്യ കാർമ്മികത്വം വഹിച്ചു അച്ഛനോടും അതേപോലെ ഡിവൈനിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാരോടും ഹൃദയംഗമായ നന്ദി വീട്ടുകാരുടെ പേരിൽ വികാരി എന്ന രീതിയിൽ ഞാൻ അറിയിക്കുന്നു. ഏറ്റവും പ്രാർത്ഥനാ പരിസരം വിലാപയാത്രയായി നമുക്ക് ദേവാലയത്തിലേക്ക് യാത്രയാണ്. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. വേദനയെല്ലാം ഉള്ളിലൊതുക്കി മോദമാർന്നു നിങ്ങൾ എന്നെ യാത്രയാക്കണം. ദൈവപിതാവിൻ പദ്ധതിയല്ലോ ഈ യാത്രാമൊഴിയെന്നു നിങ്ങൾ ഓർക്കണം. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. മണ്ണോടു ഞാൻ ചേർന്നിടുമ്പോൾ പൊറുക്കണേ എന്നുടെ
കുറവുകളെ മണ്ണോടു ഞാൻ ചേർന്നിടുമ്പോൾ പൊറുക്കണേ എന്നുടെ കുറവുകളെ. പ്രാർത്ഥനയിൽ എന്നും എന്നെ ഓർത്തിടണേ. നിങ്ങൾക്കായി ഞാനും പ്രാർത്ഥിച്ചിടാം. പ്രാർത്ഥനയിൽ എന്നും എന്നെ ഓർത്തിടണേ. നിങ്ങൾക്കായി ഞാനും പ്രാർത്ഥിച്ചിടാം. യാത്രയാകുന്നു ഏകനായി എൻ പ്രിയരേ ഞാൻ പോകുന്നിതാ. ഒടുവിലായി ശ്വാസം നിലച്ചിടുമ്പോൾ എന്നെ പോൽ നിങ്ങളും യാത്രയായിടും. ഒടുവിലായി ശ്വാസം നിലച്ചിടുമ്പോൾ എന്നെ പോൽ നിങ്ങളും യാത്രയായിടും. യേശുവിനരികിലേക്കു ചെന്നിടുവാൻ പുണ്യങ്ങളാലൊരു തോണി